ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബോട്ടിൽ ഫുള്ള് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടെ വേറെ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അധികം കട്ടിയിൽ വേണ്ട, ഇതുപോലെ കട്ടി കുറച്ചിട്ട് ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. ഇതേ രീതിയിൽ തന്നെ ഞാൻ കുറച്ചധികം ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരുട്ടിയെടുത്ത ടിഷ്യൂ പേപ്പറൊക്കെ ഇപ്പോൾ ഇതേ രീതിയിൽ ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളിൽ ഏത് ടൈപ്പ് പശയാണോ ഉള്ളത് അത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുമ്പോഴും എല്ലാം ഒരേ നീളത്തിലൊന്നുമല്ല ഒട്ടിച്ചു കൊടുക്കുന്നത്, പല നീളത്തിലാണ് കേട്ടോ. കുറച്ച് വലുതും ചെറുതും ഒക്കെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനേ. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി വളഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലവറായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളരിയുടെ കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ക്ലേ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ക്ലേ ഒന്നും ഇല്ലെങ്കിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ വെള്ളരിയുടെ അരിയോ അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെയോ മത്തൻ്റെ കുരുവോ ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ക്ലേ ഇല്ലാത്തവർ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ബോർഡിൽ കുറച്ച് ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബീഡ്സ് എടുക്കാനില്ലെങ്കിൽ അതിന് പകരം നമ്മൾ കറി വെക്കാൻ യൂസ് ചെയ്യുന്ന പരിപ്പില്ലേ, അത് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ബോർഡിൽ ഫ്ലവറൊക്കെ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഇലയും കൂടെ ഒട്ടിച്ച് കൊടുക്കണം. ഇല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്തവണ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ എഗ് ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഉണ്ടാവില്ലേ, അത് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. അങ്ങനെ ഞാൻ ഓരോ ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്ത ഇലയുടെ സെൻറ്റർ ഭാഗം ഇതുപോലെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് മടക്കിയും കൂടെ കൊടുക്കുക. അപ്പം കറക്റ്റ് നമുക്ക് ഇലയുടെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഇലയൊക്കെ ബോട്ടിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത ഇലയൊക്കെ ബോട്ടിലേക്ക് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കാം. ഫസ്റ്റ് ഞാൻ ബോട്ടിലിന് ബേസായിട്ട് ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ബോട്ടിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിലിൽ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ഇലയില്ലേ, ആ ഇലയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇലയുടെ സൈഡിൽ കൂടെ ചെറുതായിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. മെറ്റാലിക് ഗ്രീൻ ഇല്ലെങ്കിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിന് പകരം നമ്മുടെ കയ്യിൽ നോർമൽ ആക്രിലിക് ഗ്രീൻ കളർ പെയിൻറ് ഉണ്ടാവില്ലേ, അതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഫ്ലവറിനെ ഇതുപോലെ ഓറഞ്ച് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലി ഞാൻ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ബോർഡിലേക്ക് ഞാൻ ആ ഗോൾഡൻ കളറും കൂടെ കൊടുത്തപ്പോൾ ആ ഫ്ലവറിൻ്റെ കളറിന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം വന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്ലവറിൻ്റെ കളർ മാറ്റിയിട്ട് റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് എനിക്ക് അത്രയ്ക്കൊരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റിയത്. ഫ്ലവറിന് ഞാൻ റെഡ് കളർ കൊടുത്തപ്പോൾ ബോർഡിലും കൂടെ ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ റെഡ് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്.
അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.